രാജ്യവും സംസ്ഥാനവും ഭരിക്കുന്ന ഡബിൾ എഞ്ചിൻ പാർട്ടിക്ക് ആ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് വേളയിൽ വോട്ട് പിടിക്കാനായി ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ദയനീയമായ ഒരവസ്ഥയുണ്ടോ? അത്തരം കാഴ്ചകളാണ് ഹരിയാനയിൽ നിന്ന് പുറത്തു വരുന്നത്. ഹരിയാന മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന BJPയുടെ മുതിർന്ന നേതാവായ അനിൽ വിജിനെ പോലും അവിടുത്തെ വോട്ടർമാർ ആട്ടിപ്പായിക്കുന്ന ദയനീയമായ രംഗങ്ങൾ BJP ഹരിയാനയിൽ നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയുടെ അടയാളമായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇതിനു മുമ്പ് ഇതുപോലൊരു കാഴ്ച നമ്മൾ കണ്ടത് പഞ്ചാബിൽ നിന്നാണ്. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പഞ്ചാബിൽ പിന്നെ BJP ഒരു സ്വാധീന ശക്തിയൊന്നും അല്ലാത്തതുകൊണ്ട് 2-3 ആളുകളെ ഉള്ളൂ. അവരെ ഒരിടത്തും പ്രവേശിപ്പിക്കാതെ അവിടുത്തെ ആളുകൾ കൈകാര്യം ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും അത് തന്നെയാണ് കണ്ടത്. ഹരിയാനയിൽ പക്ഷേ BJP ഭരിക്കുന്ന ഇടമാണ്. BJPക്ക് നല്ല ശക്തിയുള്ള ഇടമാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 5 സീറ്റുകൾ അവർ നേടിയതാണ്. അതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10-ൽ 10 വിജയിച്ചതാണ്. അപ്പോൾ BJPക്ക് സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്ത് മോശം രാഷ്ട്രീയം കളിച്ചതിൻ്റെ അനന്തരഫലം BJP അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കാണുന്ന കാഴ്ചകളെല്ലാം ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ അനിൽ വിജിനെ പോലെ BJPയുടെ ഒരു തലമുതിർന്ന നേതാവിനെ, ആഭ്യന്തരമന്ത്രിയായിരുന്നയാളെ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ അനുവദിക്കാതെ മുദ്രാവാക്യം വിളിച്ച് ആളുകൾ തള്ളിക്കയറി വന്ന് പുറത്തേക്ക് പായിക്കുക എന്ന് പറഞ്ഞാൽ, അവിടെ പ്രസംഗിക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് മടങ്ങേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, അതിനേക്കാൾ BJP ചെന്നുപെട്ടിരിക്കുന്ന ആ പ്രതിസന്ധിയെ അടയാളപ്പെടുത്താൻ മറ്റൊന്ന് ആവശ്യമുണ്ടോ? ഇതുമാത്രമല്ല, ഈ ഓട്ടോയിലും വണ്ടിയിലുമൊക്കെ പ്രചരണത്തിനായി മയക്കം കെട്ടിവെച്ച് BJPയുടെ കൊടിയും കെട്ടിവെച്ച് വന്നാൽ തടഞ്ഞു നിർത്തിയ ആളുകൾ ആ കൊടിയൊക്കെ ചവിട്ടിക്കൂട്ടി തറയിലിട്ട് ചവിട്ടുകയാണ്. BJPയുടെ നേതാക്കന്മാർ എവിടെയെങ്കിലും വരുന്നു എന്ന് കണ്ടാൽ ആൾക്കാർ ഗ്രാമങ്ങളിൽ സംഘടിച്ച് അവരെ തിരിച്ചോടിക്കുകയാണ്. തങ്ങളുടെ അതിർത്തി പോലും കടക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. റോഡിൽ കൂടി പോകുന്ന മനോഹർ ലാൽ ഖട്ടർ, മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി, അദ്ദേഹത്തിനെ കരിങ്കൊടി കാണിക്കുകയാണ്. എങ്ങും നിർത്താൻ കഴിയാതെ റോഡിൽ കൂടി ഇങ്ങനെ വാലിൽ തീ കൊടുത്തതുപോലെ ഓടുകയാണ്. ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ. BJP ചെയ്തു കൂട്ടിയതിനുള്ള തിക്തഫലങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. എന്തെല്ലാമായിരുന്നു ഹരിയാനയിലെ കർഷകരോടും അവിടുത്തെ കായിക താരങ്ങളോടുമൊക്കെ ഈ ഭരണകൂടം കാട്ടിയത്? ഇവർ കരുതിയത് ഞങ്ങൾ ആളുകളുടെ മേലെ എങ്ങനെയൊക്കെ കുതിര കയറിയാലും പിന്നീട് ചെന്ന് മോദി മോദി എന്ന് പറയുമ്പോൾ അവർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കൊള്ളുമെന്നാണ്. പക്ഷേ മോദിയുടെ കരണത്ത് തന്നെ ഇന്ത്യൻ ജനാധിപത്യം നൽകിയ അതിശക്തമായ തിരിച്ചടി, അത് ഹരിയാനയിലും അവരെ വലുതായി ബാധിച്ചു. ഹരിയാനയിൽ ഇപ്പോൾ മോദിയേക്കാൾ ജനപ്രീതിയുള്ള നേതാവായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു എന്നാണ് പുതുതായി പുറത്തു വന്നിരിക്കുന്ന സർവേകളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ മോദി ഫാക്ടറിനെ ആശ്രയിച്ച് ഇനി എന്തൊക്കെ പോക്കൃത്തരങ്ങൾ കാണിച്ചാലും ഞങ്ങൾക്ക് ജയിക്കാനാകുമെന്നുള്ളൊരു വിശ്വാസം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ BJPക്ക് ഉണ്ടായിരുന്നു. ഹരിയാനയിലും അങ്ങനെ തന്നെ. ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയെ അങ്ങ് മാറ്റി പുതിയൊരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നവർ കരുതി. പക്ഷേ അങ്ങനെ അല്ല എന്ന് ഗ്രൗണ്ടിൽ ജനങ്ങൾ തെളിയിക്കുകയാണ്. BJPയെ ഇനി വച്ചു വാഴിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങളൊക്കെയും കൺകുളിർക്കുന്ന കാഴ്ചകളായി ഇന്ത്യൻ ജനാധിപത്യത്തിന് മുന്നിൽ അങ്ങനെ നിറഞ്ഞാടുന്നത്. ഉണ്ടചോറിന് നന്ദി കാണിക്കണമെന്ന് പറയുന്നത് പോലെ മോദിയും BJPയും എണ്ണിക്കൊടുക്കുന്ന കാശിന് ഗോദി മീഡിയക്കാർ ഉറപ്പായും നന്ദി കാണിക്കണം, അവർക്ക് വേണ്ടി പണിയെടുക്കണം. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒരു തവണ നാണം കെട്ട വിഷയത്തിൽ വീണ്ടും അതുപോലെ BJPക്ക് വേണ്ടി വിടുപണിയെടുക്കാൻ ഇറങ്ങിയാൽ നാട്ടുകാർ കാർക്കിച്ചു തുപ്പും. അതാണ് ഇപ്പോൾ ഗോദി മീഡിയയ്ക്ക്
വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർവേ ഫലങ്ങൾ പുറത്തുവിടുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മോദിയുടെ അറിയപ്പെടുന്ന ഭക്തന്മാരിൽ ഒരാളായ ഗോദി മീഡിയയുടെ തലപ്പത്തിരിക്കുന്ന നവിക കുമാർ ടൈംസ് നൗവിൻ്റെ ചീഫ് എഡിറ്ററാണ്. ടൈംസ് നൗ മാട്രിക്സുമായി ചേർന്ന് നടത്തിയ 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രീപോൾ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ആ മേഖലയിലെങ്ങാനും ഉളുപ്പ് എന്നൊരു സാധനമുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ഓടിപ്പോയി ഏതെങ്കിലും കടലിൽ ചാടിച്ചാവും, അതല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൽ കെട്ടിത്തൂങ്ങും. അമ്മാതിരി തറപ്പണിയാണ് പ്രീപോൾ സർവേ എന്ന പേരിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. ഇതേ നവികാകുമാറിൻ്റെ ടൈംസ് നൗ മാട്രിക്സുമായി ചേർന്ന് ഇതേ നവികാകുമാർ തന്നെ അവതരിപ്പിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രീപോൾ സർവേ ഫലവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സിറ്റ് പോളും ഒക്കെ പുറത്തുവിട്ടിരുന്നു. പ്രീപോൾ ഘട്ടത്തിലാണെങ്കിൽ BJPക്ക് ഒറ്റയ്ക്ക് 390 സീറ്റ് വരെ, NDAക്ക് 415 സീറ്റ് വരെ. അതിനുശേഷം എക്സിറ്റ് പോൾ ഘട്ടത്തിലാണെങ്കിൽ BJPക്ക് 400 സീറ്റ് വരെ, NDAക്ക് 450 സീറ്റ് വരെയൊക്കെ വാരിക്കോരി കൊടുത്ത ആളുകളാണ്. എന്താണ് സംഭവിച്ചത് എന്ന് ഈ രാജ്യത്തെ ജനം കണ്ടതാണ്. വിധിയെഴുത്തുമായി പുലബന്ധം പോലുമില്ലാത്ത സർവേ ഫലങ്ങൾ പുറത്തുവിട്ട ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചതിന് മാപ്പ് പറയണമെന്ന് ജനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ 3 സംസ്ഥാനങ്ങളിലെ ജനവികാരത്തിനെതിരായി BJPയെ സഹായിക്കുന്നതിന് വേണ്ടി, മോദിയെ പുകഴ്ത്തുന്നതിന് വേണ്ടി വീണ്ടും ഒരു സർവേ ഇവർ പുറത്തുവിട്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ വീണ്ടും BJP നേതൃത്വം നൽകുന്ന സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് ഇവർ പറയുന്നത്. ഹരിയാനയിൽ BJPക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഝാർഖണ്ഡിൽ BJP മഹാവിജയം നേടുമെന്നാണ് ഇവർ പറയുന്നത്. ഇതേ നവികാകുമാർ അവതരിപ്പിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് സർവേയിൽ ഇപ്പോൾ അവർ സർവേ നടത്തി പറയുന്ന ഹരിയാനയിൽ 10 സീറ്റിൽ 9 BJP നേടുമെന്ന് കട്ടായം പറഞ്ഞതാണ്. എന്നിട്ട് എന്തായി? 5-5 എന്നതായിരുന്നു അവസ്ഥ. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ BJP തന്നെ അധികാരം നിലനിർത്തുമെന്ന് ഇവർ പറയുമ്പോൾ അതേ മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 42 സീറ്റുകൾ വരെയാണ് ഇവർ BJP സഖ്യത്തിന് പ്രവചിച്ചിരുന്നത്. എന്നിട്ട് എത്ര കിട്ടി? അവിടെ മഹാവികാസ് അഘാടി തൂത്തുവാരിയില്ലേ? ഝാർഖണ്ഡിൽ BJPക്ക് മഹാതരംഗമുണ്ടാകും, 1 സീറ്റ് പോലും എതിരാളികൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തു സംഭവിച്ചു? അതേ ആളുകൾ അതേ ചാനൽ സർവേ ടീമിനെ ഉപയോഗിച്ച് ആളുകളുടെ മുന്നിൽ വന്നു നിന്ന് പറയുകയാണ് ഹരിയാനയിൽ കോൺഗ്രസ്സിന് കഷ്ടിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ സാധിക്കുമെന്ന്, മഹാവികാസ് അഘാടിക്ക് മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്താൻ സാധിക്കില്ല എന്ന്, ഝാർഖണ്ഡിൽ JMM കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്ന്, അതും ദയനീയമായി പുറത്താകുമെന്ന്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടുന്ന സർവേ കോപ്രായങ്ങളാണ് ഈ ഗോദി മീഡിയ കാഴ്ചവെക്കുന്നത്.